സിമിയാമി vodcastലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ഷാർജ മോസ്ക് വീഡിയോയിൽ ഒരു ടാക്സിയെ പറ്റി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സ്ഥിരമായി പോകുന്ന ഒരു ടാക്സി, അത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ടാക്സി. സുരേഷ് എന്നാണ് ഈ ഡ്രൈവറുടെ പേര്. ஆக்சுவலாக நான் வந்துட்டு திருவண்ணாமலை மாவட்டம் தமிழ்நாட்டில் ஓகேங்களா. நான் இங்கே வந்துட்டு 1.5 வருஷம் ஆச்சு. வந்து 1 இயராக இப்போ டாக்ஸி ஓட்டிகிட்ருக்கேன் ஷார்ஜாவில். இனி அடுத்து தான் പ്ലാൻ பண்ணணும். അഡ്വാൻറ്റേജിൽ പോകണം. എത്ര നാളായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഈ ടാക്സി ഓടിക്കുന്നത്? ഒരു 7 month അത്രയൊക്കെ ആവും അല്ലേ? 7 month കിട്ടാവും. ശരി, അപ്പോൾ ഇനി തൊട്ടില്ല, ഇനി വേറെ ടാക്സി ഞാൻ അന്വേഷിക്കണം അല്ലേ? யோசிக்கணும். ஆமாம், நான் வேறு டாக்ஸி நம்பர் தரேன். போகலாமா? ഈ ടാക്സി എന്തുകൊണ്ട് പരിചയപ്പെടുത്തുന്നു എന്ന് വെച്ചാൽ പ്രത്യേകത ഒന്നുമില്ല. നമ്മൾ ഈ വിദേശങ്ങളിലൊക്കെ കഴിയുമ്പോൾ ഇതുപോലെയൊക്കെ ആയിരിക്കും ആൾക്കാരെയൊക്കെ പരിചയപ്പെടുന്നത്. അവരൊക്കെ പെട്ടെന്ന് പോകുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നാറുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു നല്ല കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ നല്ല സ്വഭാവമുള്ള ഒരാളിൻ്റെ ടാക്സിയൊക്കെ കിട്ടിയിട്ട് അതിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇനി അടുത്തൊരു ടാക്സി നമ്മൾ കണ്ടെത്തണം. അവരെങ്ങനെ ആയിരിക്കുമെന്ന് നമുക്കറിയില്ല. ഇഷ്ടംപോലെ ടാക്സികൾ നമുക്ക് ഇവിടെ കിട്ടും, പക്ഷേ നമ്മൾ സ്ഥിരമായ ഒരു ടാക്സി പിടിക്കുന്നതാണ് നമുക്ക് സൗകര്യം. ഇതിനു മുന്നേ ഒരു പാകിസ്ഥാനി ഡ്രൈവറെയാണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്. ആ ടാക്സി വരാതായതിനു ശേഷമാണ് ഈ ടാക്സി ഞാൻ വിളിക്കാൻ തുടങ്ങിയത്. ഷാർജയിലെ ഏറ്റവും വലിയ പാർക്കാണ് നാഷണൽ പാർക്ക്. ഇതാ ഇവിടുന്ന് തുടങ്ങുകയാണ്. അത് എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കൂ. ഞാൻ ഇടയ്ക്ക് കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് കൂടുതലായി പോകും ലെങ്ത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന്. ഞാൻ പോകുന്നത് ക്ലാസിക് കാർസ് മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. ഇത് ഷാർജ നാഷണൽ പാർക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. നാഷണൽ പാർക്കിൻ്റെ അവിടെ നിന്ന് നേരെ പോയി യു ടേൺ എടുത്ത് റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ക്ലാസിക് കാർസ് മ്യൂസിയം വരുന്നത്. ഇതാ നോക്കൂ, ഇപ്പോഴും നാഷണൽ പാർക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഷാർജയിലെ ഏറ്റവും വലിയ പാർക്കാണ് കേട്ടോ ഈ നാഷണൽ പാർക്ക്. ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ നടത്താൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ഈ നാഷണൽ പാർക്ക്. അതുപോലെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ അവിടെ. നാഷണൽ പാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെ സ്ട്രെയിറ്റ് പോയി യു ടേൺ എടുത്ത് റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ക്ലാസിക് കാർസ് മ്യൂസിയം വരുന്നത്. ഇത് എയർപോർട്ട് റോഡിൻ്റെ 4th and 5th ഇൻ്റർസെക്ഷനിലാണ് വരുന്നത് കേട്ടോ, അതായത് എയർപോർട്ടിനടുത്ത്. അപ്പോൾ നമ്മൾ ക്ലാസിക് കാർ മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിനുള്ളിൽ ഒരു കാർ ക്ലബ്ബൊക്കെ ഉണ്ട് കേട്ടോ. കാറുകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പോകാൻ പറ്റിയ നല്ലൊരിടമാണ്. ഒത്തിരി പഴയ കാറുകൾ ഇവിടെ കാണാൻ കഴിയും. ഏതാണ്ട് 100-ൽ പരം കാറുകളാണ് ഇവരിവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. ഇതൊരു ഇൻഡോർ മ്യൂസിയം ആയതുകൊണ്ട് ഒരു 4:30 കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഈ മ്യൂസിയത്തിൻ്റെ ചുറ്റുവട്ടം. ഞങ്ങളിവിടെ ഒരു വെള്ളിയാഴ്ച ദിവസമാണ് പോകുന്നത്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണി വരെയും മറ്റുള്ള ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ രാത്രി 8 വരെയുമാണ് ഇവിടുത്തെ പ്രവൃത്തി സമയം. പുറത്ത് കിടന്ന കാറുകളുടെയും വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഉപയോഗിക്കുന്ന കാറുകളും ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അവിടെ ഒരു കാറുകളെയും ടച്ച് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാറുകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് പോകാൻ പറ്റിയ നല്ലൊരിടമാണ് ഇവിടം. എനിക്കെന്തായാലും ഈ കാറുകളെ പറ്റി യാതൊന്നും അറിയില്ല. എൻ്റെ മോൾക്ക് വേണ്ടി പോയതാണ്. അവൾക്ക് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് തോന്നുന്നു. അവിടെ നിന്ന് വായിക്കാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. എയർപോർട്ടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഫ്ലൈറ്റുകളൊക്കെ പോകുന്നതും വരുന്നതും കാണാനുണ്ടായിരുന്നു. ഇതവിടുത്തെ വർക്ക്ഷോപ്പാണ് കേട്ടോ. ഇതിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഇതിനുള്ളിൽ മാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇത് ഉപയോഗിക്കുന്ന കാറാണെന്നാണ് തോന്നുന്നത്. പുറത്ത് നല്ല ചൂടുണ്ടായിരുന്നു. പുറത്തെ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അകത്തേക്ക് കയറി. ഇതാണ് എൻട്രൻസ്. ഇവിടുന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് റിസപ്ഷനിലാണ്. റിസപ്ഷനിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. 2 വയസ്സിന് താഴെയും 60 വയസ്സിന് മുകളിലുമുള്ളവർക്ക് ടിക്കറ്റ് ഫ്രീ ആണ്. 2 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 5 ദർഹവും മറ്റുള്ളവർക്ക് 10 ദർഹവുമാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ്. ഇതാണ് ഇവരുടെ റിസപ്ഷൻ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ വിസിറ്റേഴ്സിന് ഇരിക്കാനുള്ള ഒരു ചെറിയ സ്പേസ് ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2008 ഈ കാർ മ്യൂസിയം ഓപ്പൺ ചെയ്തത്. 2013 ഇവർ ഇതിനെ റിനോവേറ്റ് ചെയ്തു. ഇവിടെ മുതൽ വേണം നമ്മൾ കണ്ടു തുടങ്ങാനായിട്ട്. ഈ മ്യൂസിയത്തിൻ്റെ മാപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ലേഔട്ടും കാര്യങ്ങളും എല്ലാം തന്നെ വ്യക്തമായി ഇവർ ഓരോ ഇടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ കാറിൻ്റെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സും ഇതിൻ്റെ ഹിസ്റ്ററിയും എല്ലാം തന്നെ അവിടവിടങ്ങളിലായിട്ട് ഇവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്.
ഇവിടുത്തെ ഏറ്റവും പഴയ കാർ എന്ന് പറയുന്നത് 1915 നിർമ്മിച്ച കാറാണ്. ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് 1960-ലേതുമാണ്. നിങ്ങളൊരു കാർ ലവർ ആണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പോയി കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരിടമാണ് കേട്ടോ ഇത്. ഇനി നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ അവർക്ക് നല്ലൊരു സ്ഥലം തന്നെയാണ് ഇത്. കാരണം ഈ കാറുകളുടെ ഹിസ്റ്ററിയൊക്കെ വളരെ വ്യക്തമായി തന്നെ ഇവരുടെ ചുവരുകളിലും മറ്റുമായിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ വായിച്ചാൽ ഇൻസ്പയർഡ് ആവാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. എനിക്ക് കാറുകളെ പറ്റി യാതൊന്നും തന്നെ അറിയില്ല. മോൾക്കാണ് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാവുന്നത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായി ഞാൻ കണ്ടത് ഇതുപോലുള്ള ക്രിയേറ്റിവിറ്റി. പിന്നെ ഞാൻ കണ്ട മറ്റൊരു കാര്യമാണ് പല സ്ത്രീകളുടെയും ഫോട്ടോ വളരെ പഴയ കാലങ്ങളിലെ ഡേറ്റ് വെച്ചിട്ട് അവിടെ കണ്ടത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ കാര്യമാണ്. ചില കാറുകളൊക്കെ നിർമ്മിക്കാൻ ഇടയായ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സും കോട്ട്സും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഇൻസ്പിറേഷൻ തോന്നും കേട്ടോ. എല്ലായിടത്തും സ്ത്രീ സാന്നിധ്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന എന്നെ പോലുള്ള ഒരാൾക്ക് അവിടെവിടങ്ങളിൽ സ്ത്രീകളുടെ പിക്ചർ കണ്ടത് വളരെയേറെ സന്തോഷം തോന്നിയൊരു കാര്യമാണ് കേട്ടോ. പ്രത്യേകിച്ച് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ആണ് അവർ ഇതിലേക്ക് ഇൻവോൾവ് ആയത് എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷവും എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. റോൾസ് റോയ്സ്, ഫോർഡ്, മെഴ്സിഡസ്, ബെൻലി, വോക്സ്വാഗൻ തുടങ്ങിയ ഒരുവിധം പ്രധാനപ്പെട്ട എല്ലാ ബ്രാൻഡഡ് കാറുകളുടെയും വിൻറ്റേജ് മോഡൽസ് ഇവിടെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കണ്ടിറങ്ങാനാണെങ്കിൽ നിങ്ങൾക്ക് 20-30 മിനിറ്റ്സ് മതിയാകും. പക്ഷേ ഇതെല്ലാം ഓരോന്നും വായിച്ച് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇറങ്ങാനാണെങ്കിൽ നിങ്ങൾ 1 മണിക്കൂറിൽ കൂടുതൽ ഇവിടെ ചിലവഴിക്കേണ്ടി വരും. ഇതൊക്കെ വായിച്ചാൽ ആരാ ഇൻസ്പയർഡ് ആവാതിരിക്കുക? ഞാനൊരു കാർ ലവറൊന്നുമല്ല, പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. പ്രത്യേകിച്ച് ഇവർ എത്ര വൃത്തിയായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. വൃത്തിയായിട്ട് എന്നുള്ളത് മാത്രമല്ല, അത് അതിൻ്റേതായ ഭംഗിയിലും കാര്യത്തിലും തന്നെ അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു കാർ ലവർ അല്ലാത്ത ഒരാൾ ഈ വീഡിയോ കണ്ടാൽ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമോ ബോറടിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കാണെങ്കിൽ ഈ വീഡിയോയിൽ ഒരു കാറ് പോലും ഒഴിവാക്കിക്കൊണ്ട് ചെയ്യാനായിട്ട് തോന്നിയില്ല. വളരെയേറെ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്താണ് കേട്ടോ ഞാൻ ഇത്ര വരെ കൊണ്ടെത്തിച്ചത്. ശരിക്കും പറഞ്ഞാൽ ആ മ്യൂസിയത്തിൻ്റെ മുക്കും മൂലയും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ.
ഈ കാണുന്ന ടയറുകൾക്കും പറയാനായി കഥകളുണ്ട്, അതും അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാറ് മാത്രമല്ല, പഴയ കാലത്തെ സൈക്കിളൊക്കെ അവരവിടെ വെച്ചിട്ടുണ്ട്. അതുമാത്രവുമല്ല, ചെറിയ രീതിയിലുള്ള ഒരു ഫ്യൂൽ സ്റ്റേഷനൊക്കെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് നമുക്ക് ലാസ്റ്റായിട്ട് കാണാനുള്ളത്. ഈ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെന്നിറങ്ങുന്നത് നമ്മൾ കയറി വന്ന എൻട്രൻസ് ഭാഗത്താണ്. അതുവഴി വേണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനും. വീഡിയോ കുറച്ച് ലെങ്തി ആണെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് ബോറടിച്ചോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരാം. അതുവരേക്ക് ബൈ.